അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, ഈ പത്മകുമാറിന്റെ മൊഴി ഒരുപക്ഷെ അതായിരിക്കുമല്ലോ ഏറ്റവും പ്രധാനമായിട്ടും നിൽക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കടകംപള്ളിയുടെ മൊഴി എടുത്തു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടി മാറും എന്നുള്ളതാണ്. കാരണം തുടക്കം മുതൽ തന്നെ ആ സമയത്തെ ദേവസ്വം മന്ത്രിയാണ്, ദേവസ്വം മന്ത്രിയുടെ പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ അത് ആരോപണമായിട്ട് പ്രതിപക്ഷം മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ഫോട്ടോകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ മുന്നിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മൊഴി എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത്. ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ആ മൊഴിയിൽ നിന്ന് കൂടിയായിരിക്കുമല്ലോ ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് കടകംപള്ളിയെ കൂടി SIT മുന്നിലേക്ക് വിളിപ്പിച്ചത്. തീർച്ചയായിട്ടും പൂജ, ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കോടതിയിൽ നടക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിലാണ് കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ ഘട്ടം മുതലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേരും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയത്, അത്തരം വാർത്തകൾ വരാൻ തുടങ്ങിയത്. മാത്രമല്ല, അന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അന്ന് പത്മകുമാർ ഈ അറസ്റ്റിലാകുന്ന ദിവസം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ കടകംപള്ളിയുടെ പേര് കൂടി പറഞ്ഞു എന്നാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് തന്നേക്കാൾ മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരുമായും പരിചയമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, അങ്ങനെയാണ് ഞങ്ങൾക്കും പരിചയം എന്ന രീതിയിലുള്ള മൊഴികളാണ് നൽകിയതെന്നാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അതിനുശേഷം ഈ ചില കാര്യങ്ങളിൽ കടകംപള്ളിയുടെ റെക്കമെൻഡേഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായി എന്നൊക്കെ രീതിയിലുള്ള മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അന്വേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലായത് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വന്ന മൊഴികൾ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വെരിഫിക്കേഷൻ കടകംപള്ളിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് തന്നെ അന്വേഷണ സംഘത്തിന് വേണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ മൊഴിയെടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ അവർ തീരുമാനിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയമായൊരു തീരുമാനം അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊരു സമ്മർദ്ദം ഈ കടകംപള്ളിയുടെ മൊഴിയെടുപ്പ് വൈകിപ്പിക്കാനുണ്ടായോ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം. കാരണം ഈ പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞ് പിന്നീട് ആ സമയത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ സമയത്ത് കടകംപള്ളിയെ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ വല്ലതും ചെയ്താൽ അത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതം CPM സൃഷ്ടിക്കുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ SITയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഇപ്പോൾ കടകംപള്ളിയുടെ മൊഴി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം അത് വൈകിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് ഒരു കാരണമായോ? അതാണോ നേരത്തെ ഹൈക്കോടതിയെയും ചൊടിപ്പിച്ചത്? കാരണം അന്വേഷണമൊന്നും നടക്കുന്നില്ല എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത്തരം ഒരു സാഹചര്യത്തിലാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി അറിയാനുള്ളത് കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ അതിനകത്ത് എന്ത് ക്ലാരിഫിക്കേഷനാണ് SITക്ക് ലഭിച്ചിട്ടുള്ളത്? ഈ സ്വർണ്ണക്കൊള്ളയുമായി മുൻ ദേവസ്വം മന്ത്രിക്ക് ബന്ധമുണ്ടോ? അതല്ല ഈ പ്രതികളുമായി നേരിട്ട് കടകംപള്ളിക്ക് ബന്ധമുണ്ടോ? അതല്ല പ്രതികളുമായി ഒരു സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതോ പ്രതികൾ കടകംപള്ളിയെ വേറെ എന്തെങ്കിലും ഇടപാടുകൾക്ക് മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു കൃത്യത വരുത്തേണ്ടത് SIT ആണ്. കാരണം ഇതുവരെ ഉള്ളതുപോലെയല്ല, ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയാണ് ഇപ്പോൾ ആ നേതാവിനെയാണ് സംശയ നിഴലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരു കൃത്യത വരുത്തേണ്ടത് SIT ആണ്. എന്താണ് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത്? എന്താണ് കടകംപള്ളിയിൽ നിന്ന് ലഭിച്ച മൊഴി? ഇപ്പോൾ രഹസ്യമായ അന്വേഷണമാണ് നടക്കുന്നത്. രഹസ്യമായിട്ടാണ് അതിന്റെ പ്രോസസ് നടക്കുന്നത്.